ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു എന്ന കുറ്റത്തിന് അമേരിക്കയ്ക്കെതിരെ ജിഹാദിന് ആഹ്വാനം ചെയ്തുകൊണ്ട് അൽ-ഖ്വയ്ദ നേതാവ് സാദ് ബിൻ അറേഫ് അൽ അവ്ലാഖി രംഗത്ത് വന്നിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, വൈസ് പ്രസിഡന്റ് JD വാൻസ്, മുൻ ഉപദേഷ്ടാവ് എലോൺ മസ്ക്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തുടങ്ങിയവരെ വധിക്കാനുള്ള ആഹ്വാനമാണ് തീവ്രവാദി നേതാവ് നൽകിയിരിക്കുന്നത്. ഇസ്ലാമിക തീവ്രവാദികളുടെ കണ്ണിൽ എക്കാലത്തും ഒരു കരടായി നിൽക്കുന്ന അമേരിക്കൻ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. മുൻപ് പ്രസിഡന്റായിരുന്നപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തീവ്രവാദത്തെ തച്ചുടയ്ക്കുകയും ബാഗ്ദാദി അടക്കമുള്ള ഭീകരന്മാരെ ഉന്മൂലനം ചെയ്യുകയും ആഗോള ഇസ്ലാമിക തീവ്രവാദികൾക്ക് ഉൾക്കിടിലം സൃഷ്ടിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിലെത്തി തന്റെ നടപടികൾ തുടരുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ്. ആഗോള തീവ്രവാദികളുടെ തമ്പുരാക്കന്മാരെല്ലാം ഇങ്ങനെ നെതന്യാഹുവിൻ്റെയും ട്രംപിൻ്റെയും ടാർഗറ്റിൽ ഒന്നിനു പുറകെ ഒന്നായി ഇല്ലാതായാൽ തീവ്രവാദികളെ മുൻനിർത്തി ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയ വാദവും ഇരവാദ മോങ്ങലുകളും അതിൻ്റെ നേട്ടങ്ങളും ഇല്ലാതായി പോകുന്നുവെന്ന് തിരിച്ചറിഞ്ഞ ചില ഭീകരവാദികളുടെ തേങ്ങലാണ് ഇപ്പോൾ അൽ-ഖ്വയ്ദ നേതാവ് അൽ അവ്ലാഖിയുടെ ശബ്ദത്തിൽ അരമണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോയായി പുറത്ത് വന്നിരിക്കുന്നത്. ഗാസയിലെ നമ്മുടെ ജനങ്ങൾ അനുഭവിച്ചതിനും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനും ശേഷം ഒരു ചുവന്ന വരയുമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വംശീയ പശ്ചാത്തലം പരിഗണിക്കാതെ പ്രതികാരം ചെയ്യാൻ അമേരിക്കയിലെ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഈ തീവ്രവാദി ഇപ്പോൾ. ട്രംപിൻ്റെയും വാൻസിൻ്റെയും മസ്കിൻ്റെയും ചിത്രങ്ങൾ കൂടാതെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയുടെയും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിൻ്റെയും ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച് ഭൂമിയിലെ മാലിന്യങ്ങളെയും അതിലെ ഏറ്റവും വലിയ കുറ്റവാളികളെയും നിങ്ങൾ പിന്തുടരണമെന്നും ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. 2011 US ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ അൽ-ഖ്വയ്ദ തീവ്രവാദി അൻവർ അൽ അവ്ലാഖിയുടെ അതേ ഗോത്രത്തിൽപ്പെട്ടയാളാണ് ഇയാൾ. US-നും സഖ്യകക്ഷികൾക്കും ജൂത സമൂഹത്തിനുമെതിരെ അക്രമത്തിന് പ്രേരിപ്പിച്ച മുൻകാല ചരിത്രമാണ് ഇയാൾക്ക് ഉള്ളത്. അമേരിക്കയിലെ ജൂതന്മാരെ ലക്ഷ്യം വെക്കണമെന്നും ജൂതന്മാർക്ക് ഒരു സുരക്ഷിത സ്ഥലം പോലും അവശേഷിക്കുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ട 16 ദശലക്ഷം മുസ്ലിങ്ങൾ യൂറോപ്പിൽ ഉണ്ട് എന്നും നമ്മുടെ കൊലപാതക പാരമ്പര്യം പുനരുജ്ജീവിപ്പിക്കണമെന്നും പ്രസ്താവിച്ച അൽ അവ്ലാഖി ഈജിപ്ത്, ജോർദാൻ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ നേതാക്കളെ പേരെടുത്ത് പറഞ്ഞ് അവരെ ജൂത അറബികൾ എന്ന് മുദ്ര കുത്തുകയും ചെയ്തു. അമേരിക്കൻ സൈനിക താവളങ്ങളെയും അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളെയും ആക്രമിക്കുന്നതിനൊപ്പം അറബ് നേതാക്കളുടെ കൊട്ടാരങ്ങളും ആക്രമിക്കണമെന്നുള്ള അഭിലാഷവും അദ്ദേഹം മറച്ചുവെച്ചില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ച വ്യക്തികളെയെല്ലാം പരാമർശിച്ചുകൊണ്ടായിരുന്നു അവ്ലാഖിയുടെ ഈ ആഹ്വാനങ്ങൾ. ഏതായാലും അവ്ലാഖിയുടെ കാഴ്ചപ്പാടിൽ മുഹമ്മദീയ പാരമ്പര്യത്തിന്റെ വിശുദ്ധിയില്ലാത്ത മുസ്ലിമുകളെ കൂടി കൊന്നൊടുക്കുവാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത് വലിയ കൗതുകമാണ് ഉയർത്തിയിരിക്കുന്നത്. 1 കോടിയിൽ താഴെ മാത്രം പോപ്പുലേഷനുള്ള ഇസ്രായേലിനെ മുൻപ് ചുറ്റുവട്ടത്തുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ കാലങ്ങളായി പയറ്റി നോക്കിയിട്ടും ഇറാനിയൻ മിലീഷ്യകളായ തീവ്രവാദി കൂട്ടങ്ങൾ ആവത് ശ്രമിച്ചു നോക്കിയിട്ടും ഇസ്രായേലിനെ നേരചവേ ഒന്ന് അടിക്കാൻ പോലും കഴിയാത്തിടത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയിലെ പ്രമുഖരെ വധിക്കുമെന്ന് പറയുന്നതും അതിന് ആഹ്വാനം ചെയ്യുന്നതും സാമാന്യബോധമില്ലാത്ത തീവ്രവാദികൾക്ക് പ്രയാസമുള്ള കാര്യമല്ല. എന്നാലും ഈ തീവ്രവാദി നടത്തിയ അന്തമില്ലാത്ത വിവരക്കേടുകൾക്ക് അമേരിക്ക എന്ത് മറുപടി നൽകുമെന്ന് കാത്തിരിക്കുകയാണ് ലോകം ഇപ്പോൾ.